Hi all. Welcome back to another video of Nourish with Anuit. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയബറ്റിക് ഡയറ്റ് ആണ്. ഡയബറ്റീസ് എല്ലാം ആയിരിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നൊക്കെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞാലോ, ഈ ഡയബറ്റിക് ഡയറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത് ഒരു ജനറൽ ഡയബറ്റിക് ഡയറ്റ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഡയബറ്റിക് ഡയറ്റ് ആണ്. കാരണം നമ്മൾ ഒരാൾക്ക് ഒരു ഡയറ്റ് ചാർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അയാളുടെ ഹൈറ്റ്, അയാളുടെ വെയിറ്റ്, അയാളുടെ ഫുൾ ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡയറ്റ് കൊടുക്കുക. അങ്ങനെ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ജനറൽ ഡയറ്റ്, എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ ഡയറ്റ് പറഞ്ഞു തരാം. വാട്ട് ഈസ് ഡയബറ്റിക്സ്? മെയിൻ ആയിട്ട് ഡയബറ്റിക്സ് 3 ടൈപ്പാണുള്ളത്. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ആൻഡ് GDM. ടൈപ്പ് 1 ഡയബറ്റീസിനെ നമ്മൾ ജുവനൈൽ ഡയബറ്റിക്സ് എന്നും പറയും. കാരണം അത് മെയിൻ ആയിട്ട് കുട്ടികളിലാണ് കാണപ്പെടുക. അവരുടെ ബോഡിയിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നു. അടുത്തത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഓൾഡായ ആളുകളിലും മുതിർന്ന ആളുകളിലും ഒക്കെ കണ്ടുവരുന്ന ഒരു കോമൺ ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ കഴിയാതെ വരിക, യൂസ് ചെയ്യാൻ പറ്റാതെ പോവുക. അടുത്തത് GDM. നമ്മുടെ മുന്നത്തെ വീഡിയോ ഡയറ്റ് ഫോർ PCOD, നമ്മളുടെ പ്രഗ്നൻസി പീരീഡിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഡയബറ്റീസ് ആണത്. ഒരു ഡയബറ്റിക് ഡയറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ലോ ഇൻ കാലറീസ് ആയിരിക്കണം. കാലറീസ് വളരെ ലോ ആയിരിക്കണം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ്സ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓൾട്ടർ ചെയ്തിട്ട് കഴിക്കുക. കാലറീസ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കാലറീസ് ഉള്ള ഭക്ഷണങ്ങൾ കുറച്ച് ഒരു മോഡറേറ്റ് ലെവലിൽ കഴിക്കുക. അടുത്തത് ലോ ഇൻ ഫാറ്റ് ആയിരിക്കണം. നമ്മൾ ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഫുഡ് കഴിക്കുക. അടുത്തത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ നമുക്ക് ഒരു മോഡറേറ്റ് ലെവലിൽ മതി. ഒരുപാട് കൂടുകയും വേണ്ട, ഒരുപാട് കുറയുകയും വേണ്ട. ഒരു മീഡിയം ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഈ പ്രോട്ടീന്റെ കേസ് നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് പ്രോട്ടീൻ എത്ര കഴിക്കണം, എത്ര കഴിക്കരുത്, മോഡറേറ്റ് ആണോ ഹൈ ലെവലാണോ വേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്യുക. നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് കൺഫേം ചെയ്യാനായിട്ട് 2 ടെസ്റ്റുകൾ ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ FBS, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ റേറ്റ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയിട്ട് ചെക്ക് ചെയ്യുക. അതിൽ 70 to 100 ഉള്ളിലാണ് വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ നോർമലാണ്. അടുത്തത് RBS, റാൻഡം ബ്ലഡ് ഷുഗർ. നമ്മൾ നോർമൽ ആയിട്ട് പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യുക. അതിൽ 70 to 140 ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതാണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളെ ഡയറ്റിലേക്ക് കിടക്കാം. നമ്മൾ ഒരിക്കലും ഹെവി ഫുഡ് കഴിക്കാൻ പാടില്ല. സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആയിട്ട് കഴിക്കുക. അതായത് ഇപ്പം നമ്മൾ നോർമലി 3 തവണയ്ക്കാണല്ലോ ഭക്ഷണം കഴിക്കുക. 3 തവണ ഉള്ളത് നമ്മൾ അതിന്റെ ഇടയിൽ 3 തവണ കഴിക്കുക എന്നുള്ളത് ഒരു 5 തവണയൊക്കെ ആക്കിയിട്ട് കഴിക്കുക. കുറച്ച് എപ്പോഴും കഴിക്കുക. നമ്മളുടെ PCODയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫാസ്റ്റിങ്ങും പാടില്ല, ഫീസ്റ്റിങ്ങും പാടില്ല. ഒരുപാട് കഴിക്കാനും പാടില്ല, എന്നാൽ പട്ടിണി കിടക്കാനും പാടില്ല. ഇത് രണ്ടും നമ്മളെ ഡയബറ്റീസിനെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ ഇറഗുലർ മീൽ പാറ്റേൺസ് ഒഴിവാക്കുക. കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുക. അതുപോലെ നമ്മൾ കഴിക്കാത്തൊരു സാധനം കഴിക്കുക. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. റെഗുലർ ആയിട്ട് മീൽ കഴിക്കുക. നമ്മൾ നോർമലി എന്താണോ കൺസ്യൂം ചെയ്യാറ് അത് കഴിക്കുക. അത് സമയത്തിന് കഴിക്കുക. നമ്മൾ ഓരോ പേഷ്യൻസിന് ഡയറ്റ് കൊടുക്കുമ്പോൾ 1600 കാലറിക്ക് താഴെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഫുഡ്സ് പ്രിഫർ ചെയ്യാറ്. ഇത് ഒരു പേഷ്യന്റിന്റെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിരിക്കും. അയാൾ എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വർക്കും ചെയ്യുന്നില്ല, ഇതിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനായിട്ട് നമ്മൾ ഫാറ്റ് കുറയുന്ന രീതിയിലുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ നോക്കുക. കറി വെക്കുമ്പോൾ ഒരുപാട് എണ്ണ ചേർക്കാതിരിക്കുക. ഇനി നമുക്ക് ഡയബറ്റിക് ഡയറ്റിന്റെ ജനറൽ ഗൈഡ് ലൈൻസിലേക്ക് പോവാം. കുറച്ച് നിബന്ധനകളുണ്ട്. നമ്മൾ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഷുഗറൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം. കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ സ്കിൻ റിമൂവ് ചെയ്ത ചിക്കൻ ആയിരിക്കണം കഴിക്കേണ്ടത്. അതിന്റെ തൊലി കളഞ്ഞ ഇറച്ചി ഉണ്ടല്ലോ, അതായിരിക്കാം നിങ്ങൾ കഴിക്കേണ്ടത്. അതും ആഴ്ചയിൽ 2 തവണയൊക്കെ കഴിക്കാവൂ. മാക്സിമം ആഴ്ചയിൽ 2 തവണ. 2 തവണയിൽ ഒരു കാരണവശാലും കൂടാതെ ശ്രദ്ധിക്കുക. നമുക്ക് മീനും മുട്ടയും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ മുട്ട യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുട്ടയുടെ മഞ്ഞ നിങ്ങൾ ഒഴിവാക്കണം. അത് ഫാറ്റാണ്. അതുപോലെ തന്നെ ഓയിലൊക്കെ കുറച്ച് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എണ്ണയുടെ അളവൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഭക്ഷണം പാകം ചെയ്യാൻ. അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ്, പാലുൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അത് ഡൈല്യൂട്ട് ചെയ്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ അതിൽ വെള്ളം ചേർത്തിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ.
അതിലുള്ള ഫാറ്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നെയ്യ് പോലത്തെ ഉൽപ്പന്നങ്ങളൊക്കെ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക തന്നെ ചെയ്യുക. അതൊരിക്കലും നമുക്ക് ദോഷം ചെയ്യില്ല ഒഴിവാക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. മാർക്കറ്റിലൊക്കെ ഒരുപാട് കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബോണേറ്റഡ് ഡ്രിങ്ക്സ്, അതൊന്നും നമ്മൾ കഴിക്കാതിരിക്കുക. നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ 100 ഗ്രാം ഫ്രൂട്ട്സ് ഒരു ദിവസം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. 100 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഇപ്പൊ അങ്ങനെ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു വെയിങ് മെഷീനിൽ എടുത്തിട്ട് 100 ഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും അളന്ന് കഴിക്കാനൊന്നും പോണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ആയിട്ട് പറയുക, ഒരു ദിവസം ഒരു ഫ്രൂട്ട് അങ്ങനെ കഴിക്കാൻ പാടുള്ളൂ. കൂടാനും പാടില്ല, അതിൽ കുറയാനും പാടില്ല. ഇനി ഞാൻ പറഞ്ഞു ഓയിലിന്റെ അളവ് കുറയ്ക്കുക, എണ്ണയുടെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞു. നമുക്ക് ഒരു ദിവസം 10 മുതൽ 15 ml വരെ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒഴിവാക്കുക. എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കറി വെച്ച് നമ്മൾ മാക്സിമം കഴിക്കാൻ നോക്കുക. മീനൊക്കെ കഴിക്കാന്ന് പറഞ്ഞല്ലോ, മീനൊക്കെ കഴിക്കുക, കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കറി വെക്കുമ്പോഴും എണ്ണ കുറച്ച് വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ കറികൾ നമ്മൾ കഴിക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച കറികൾ കഴിക്കാതിരിക്കുക. തേങ്ങാപ്പാൽ എന്നല്ല, തേങ്ങ അരച്ച് ചേർക്കുന്ന കറികൾ, അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന കറികൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഫൈബർ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഇനി തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഇപ്പോൾ ഷുഗർ മാത്രമൊന്നുമല്ലല്ലോ ഉണ്ടാവുക, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ തൈറോയിഡ് ഇല്ലാത്ത ഷുഗർ ഉള്ള ആളുകൾ ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലക്കറികൾ അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങൾ ഒക്കെ കഴിക്കുക. അതുപോലെ തന്നെ ഈ ഡയബറ്റീസ് ഡയറ്റ് നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ നമ്മൾ ഓട്സ് കൺസ്യൂം ചെയ്യാൻ പറയാറുണ്ട്, ഫൈബറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓട്സ് കഴിക്കുന്നവര് കറിയിൽ ഓട്സ് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഓട്സ് കഴിക്കും, അല്ലെങ്കിൽ ലഞ്ചിന് പകരം ഓട്സ് കഴിക്കും. അപ്പൊ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശക്കാൻ വേണ്ടി തുടങ്ങും. പെട്ടെന്ന് വിശക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ എന്തെങ്കിലും കനത്തിലെടുത്ത് കഴിക്കും. ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓട്സ് കറിയിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ചായയുടെയും കാപ്പിയുടെയും കാര്യമാണ്. ചായയുടെയും കാപ്പിയുടെയും കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ ദിവസം 2 തവണ ഓക്കെ, അതായത് രാവിലെ വൈകുന്നേരം, അത് ഓക്കെയാണ്. അതിൽ ഒരു കാരണവശാലും കൂടരുത്. അതുപോലെ തന്നെ ജ്യൂസും അതുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക ഷുഗർ ഉള്ള സമയത്ത്. അതുപോലെ ആൽക്കഹോൾ കൺസംഷൻ ഷുഗർ ഉള്ള ആളുകൾക്ക് പാടില്ല. പക്ഷെ നമ്മൾ ഈ ആൽക്കഹോളിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഡയബറ്റിക് ഡയറ്റ് പ്രിഫർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ വെച്ചാല് 60 ml ആൽക്കഹോള് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുക. അങ്ങനെയാണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്. അത് സ്റ്റാർട്ടിങ്ങിൽ മാത്രം. പിന്നെ നമ്മൾ അത് ഗ്രാജുവലി പോകെ പതിയെ അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആളുകളോട് നമ്മൾ പറയാറുള്ള ഒരു കാര്യം, കഴിക്കുന്നതിന്റെ 3 ഇരട്ടി നമ്മൾ വെള്ളം കുടിക്കുക. അതായത് 60 ml ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 3 ഇരട്ടി വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം, നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ പിന്നെ സ്മോക്കിങ്ങിന്റെ കാര്യം, സ്മോക്കിങ്ങും ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്ക് സ്മോക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ ആൽക്കഹോളിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളോട് പറയാറുള്ള കാര്യം കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക. പിന്നെ പതിയെ അത് കുറച്ചു കൊണ്ടുവരും. അതുപോലെ ഷുഗർ ഉള്ള ആളുകൾ ഉപ്പിന്റെ കാര്യവും ശ്രദ്ധിക്കുക. ഉപ്പല്ലേ, അതിന് ഷുഗറുമായിട്ട് എന്താ ബന്ധം എന്ന് വിചാരിക്കരുത്. കാരണം ഉപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ ഓൾറെഡി നമുക്ക് ഷുഗർ ഉണ്ട്. അപ്പൊ ഈ ഷുഗർ ഉള്ള സമയത്ത് ഉപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ, പ്രഷർ വരാനുള്ള സാധ്യതയും കൂടെ കാണുന്നുണ്ട്. ഈ പ്രഷറും ഷുഗറും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡയബറ്റിക് ഡയറ്റിൽ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഡയബറ്റിക്സിൽ നിന്നും സഫർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലത്തെ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസിനായി സ്റ്റേ ട്യൂൺഡ് വിത്ത് us. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.